കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടത്തിയതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഇപ്പോൾ കിടപ്പുണ്ട്, ഒരു അനാമലി. ഞാനിത് പറയാൻ കാരണം ഓരോ ശമ്പള പരിഷ്കരണത്തിൽ വരുന്ന അനാമലി അടുത്ത ശമ്പള പരിഷ്കരണ സമയത്താണ് പരിഹരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ, അതായത് ഇപ്പോൾ വി പി ജോയ് ഇപ്പോഴത്തെ മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വി പി ജോയ് ചെയർമാനായിട്ടുള്ള ശമ്പള പരിഷ്കരണ കമ്മീഷൻ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റിലുള്ളവരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലോ നമ്മുടെ ഈ ചാനലുകളുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇത് അവർക്ക് അയച്ചു കൊടുക്കണം. അതായത് ഒരു പെൻഷനർ എനിക്ക് അയച്ചു തന്ന വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തെ തുടർന്ന് വന്ന കുടിശ്ശികയെ ധനകാര്യ വകുപ്പ് 2 തിരിച്ചു. പെൻഷൻകാരുടെ കാര്യമാണ് ഈ പറയുന്നത്, മറ്റാരുടെയല്ല. 1 ശമ്പളത്തിൽ വന്ന കുടിശ്ശിക, 2 ക്ഷാമാശ്വാസം അതായത് ഡിയർനെസ് റിലീഫിൽ വന്നിട്ടുള്ള കുടിശ്ശിക. ഇവ 4 തുല്യ ഗഡുക്കളായിട്ട് അന്ന് തീരുമാനിച്ചു. എന്നിട്ട് സർക്കാർ ഉത്തരവ് ഇറക്കി, 4 ഗഡുക്കളെ സംബന്ധിച്ച് കൊടുക്കുമെന്ന് ഉത്തരവ് ഇറക്കി. എന്നാൽ 1 ഏപ്രിൽ 2021, ഈ ഡേറ്റൊക്കെ വളരെ ശ്രദ്ധിച്ചോണേ, 2 മെയ് 2021, 3 ഏപ്രിൽ 2024, 4 ഏപ്രിൽ 2025, ഇങ്ങനെ പല ഡേറ്റുകളിൽ പല തീയതികളിൽ കൊടുക്കേണ്ടുന്ന DA കുടിശ്ശിക കൊടുക്കാമെന്ന് പറഞ്ഞതിൽ 4 ഗഡുക്കളായി കൊടുക്കാമെന്ന് പറഞ്ഞതിൽ 2 ഗഡുക്കൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2021 ഏപ്രിൽ 1, മെയ് 21, പിന്നെ ആ 2 ഗഡുക്കൾ അപ്പോഴത്തെ കൊടുത്തു, 2 പ്രാവശ്യമായിട്ട് കൊടുത്തു, 2 മാസമായിട്ട് 2 ഗഡുക്കൾ കൊടുത്തു, ഏപ്രിലും മെയിലുമായിട്ട്. പിന്നെ കൊടുത്തിട്ടേ ഇല്ല. അത് 2 കൂടെ കിട്ടിയാൽ എനിക്ക് മെസ്സേജ് അയച്ച ആളിന് തന്നെ 43,256 രൂപ കിട്ടും. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര രൂപ കിട്ടും? അത് കൊടുത്തിട്ടില്ല. അത് DA സംബന്ധിച്ച് വേറെ ഉത്തരവുകൾ വരുന്നു, DRനെ സംബന്ധിച്ചൊക്കെ ഉത്തരവുകളൊക്കെ വരുന്നു. ശമ്പള പരിഷ്കരണത്തിൻ്റെ അടുത്ത ഉത്തരവ് വന്നു. മിസ്റ്റർ ബാലഗോപാൽ, അങ്ങ് ചെയ്യേണ്ടുന്ന വളരെ കൃത്യമായ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ 2 DRകാരുടെ 4 ഗഡുക്കളിൽ 2 ഗഡു മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഏപ്രിലും മെയ്യുമായിട്ട് 2021. ബാക്കി 2 ഗഡു ഇതുവരെ കൊടുത്തിട്ടില്ല. അതും കൂടി കൊടുക്കാൻ, കാരണം ഇതെല്ലാം പരിഹരിച്ച് പോകണമെന്നേ, അനാമലികൾ പരിഹരിച്ച് പോകാനല്ലേ കമ്മീഷൻ്റെ സംവിധാനമൊക്കെ. അപ്പോൾ അതുകൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇത് നമ്മൾ ഈ വീഡിയോ കൂടി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ അത്യാവശ്യം ഈ പെൻഷൻ പ്രായം കൂട്ടുക അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിച്ച്, അതൊക്കെ ലോങ് ടൈമിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളാണ്. നമുക്കൊന്നും പെട്ടെന്ന് കൈവയ്ക്കാൻ പറ്റിയ മേഖലയല്ല. ബാക്കി ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. DA സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്തു. വളരെ സന്തോഷമുണ്ട്. DAക്കൊക്കെ ഒരു അശ്രാന്ത പരിശ്രമം. അപ്പോൾ ചില ആളുകൾ, ചില സഹാക്കളോ ചില കമ്മികളോ കൊങ്ങികളോ സുഡാപ്പികളോ സംഖ്യകളോ ഒക്കെ താഴെ താൻ വീഡിയോ ചെയ്തുകൊണ്ടാണോ? അല്ല, ഞങ്ങൾക്കിതിൻ്റെ ക്രെഡിറ്റേ വേണ്ട. പക്ഷേ ഒരു ഉന്തിനോടൊപ്പം ഒരു തള്ള്, ഒരു തള്ളിനോടൊപ്പം ഒരു ഉന്ത് ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അഭിമാനപൂർവ്വം തന്നെ ഞങ്ങൾക്ക് പറയാം. കാരണം എത്രയോ ഡിജിറ്റൽ ചാനലുകളുണ്ട്, സാറ്റലൈറ്റ് ചാനലുകളുണ്ട്, കണ്ടിന്യൂസ് ആയി കോൺസ്റ്റൻ്റായി ഈ വിഷയത്തെ പിന്തുടർന്നു റിസൾട്ട് ഉണ്ടാക്കുന്നത് വരെ പിന്തുടർന്നത് ഞങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അംഗനവാടി വർക്കേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും വിഷയത്തിൽ ഞങ്ങളിതുപോലെ സീരിയസ് ആയിട്ട് ഇടപെട്ടു. പല പ്രശ്നങ്ങളും പരിഹരിച്ചു. ആശാ വർക്കേഴ്സിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടു. പിന്നെ അവർ സമരവും കൂടെ ചെയ്തു. അതുകൊണ്ട് അവർക്കാണ് ഫസ്റ്റ് ക്രെഡിറ്റ്, നമുക്ക് അതിനകത്ത് ക്രെഡിറ്റ് വേണ്ട ആവശ്യമില്ല. ഇതുപോലെ പല ക്ഷേമനിധിയുടെ കാര്യങ്ങൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഞങ്ങൾ ഇടപെടുന്നു. ഞങ്ങൾ കർശനമായി വീഡിയോകൾ ചെയ്യുന്നു, അത് ഫോളോ അപ്പ് ചെയ്യുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ആദ്യം സോഫ്റ്റായി പറയുന്നു, പിന്നെ കുറച്ച് കാർക്കശ്യത്തോട് പറയുന്നു, പിന്നെ വല്ലാത്ത ഭാഷ ഉപയോഗിച്ച് ഞങ്ങൾ പറയാറുണ്ട്. അത് മറ്റൊന്നിനുമല്ല, ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, ജനങ്ങൾക്ക് സഹായം എടുത്തു കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അർഹപ്പെട്ടത് കൊടുക്കണം. ഇവിടെ ബാലഗോപാലിനൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, അതായത് ഒരു മനുഷ്യരുമായിട്ടുള്ള ജീവനക്കാരുമായിട്ടുള്ള ഒരു ജൈവബന്ധം ധനമന്ത്രി ഇല്ലാതാക്കി കളഞ്ഞു. ശരിക്കും തോമസ് ഐസക്കൊക്കെ അത് കൊണ്ടുപോയതാണ്. വക്കം പുരുഷോത്തമനൊക്കെ ഇതിനേക്കാൾ കാർക്കശ്യക്കാരനായിട്ടുള്ള ധനമന്ത്രിയായിരുന്നു വക്കം പുരുഷോത്തമൻ. ഇതിനേക്കാൾ കാർക്കശ്യക്കാരായിട്ടുള്ള ധനമന്ത്രിമാരിവിടെ ഉണ്ടായിരുന്നു. വിശ്വനാഥ മേനോനും ശിവദാസ മേനോനും വളരെ കാർക്കശ്യക്കാരായിട്ടുള്ള ആരുണ്ട്. തോമസ് ഐസക്കും കാർക്കശ്യത്തിനൊന്നും ഒട്ടും മോശമില്ല. പക്ഷേ ജീവനക്കാരുമായൊരു ജൈവബന്ധമുണ്ട്, ബയോ റിലേഷൻ ഉണ്ടായിരുന്നു. ബാലഗോപാൽ അത് നശിപ്പിച്ചിട്ടുണ്ട്. ആ ബയോ റിലേഷൻ നിങ്ങളുമായിട്ടില്ല. സഖാക്കൾക്ക് കാണുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് കാണുമായിരിക്കും. പൊതുസമൂഹത്തിന് താങ്കളെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല.
താങ്കൾ ചതിയും വഞ്ചനയും തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്ന, അതായത് പറഞ്ഞു പറ്റിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് താങ്കളുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചാണ് അധികാരത്തിൽ വരുമ്പോൾ ഓരോ രൂപത്തിലാണ് ഓരോരുത്തർ പെരുമാറുന്നത്. നമ്മളത് കാണുന്നതാണ്. ചിലർ വളരെ വിനയത്തോടു കൂടിയായിരിക്കും, ചിലർ കൺസേൺ ഉള്ളവരായിരിക്കും, ചിലർ റിസപ്റ്റീവായിരിക്കും, ചിലർ കേൾക്കുന്നവരായിരിക്കും. നമ്മൾ കാണുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് കണ്ടു, പിണറായി വിജയനെയും മുഖ്യമന്ത്രിയായിട്ട് കണ്ടു, നയനാരെയും കണ്ടു, അച്യുതാനന്ദനെയും കണ്ടു. നമ്മളിതെല്ലാം കാണുകയാണ്. പൊതുജനങ്ങൾ വിലയിരുത്തട്ടെ. കരുണാകരനെയും കണ്ടു. അപ്പോൾ ജനങ്ങൾ വിലയിരുത്തും ആരാണ് എന്താണ് നല്ലത്. അതിനകത്തൊന്നും നമുക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ബാലഗോപാൽ നല്ല മന്ത്രിയാണോ എന്ന് മാർക്കിടാൻ ഞാൻ ആളല്ല. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ, പെൻഷൻകാരുടെ കാര്യത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലിപ്പോൾ ഏറ്റവും അവസാനമായി നിങ്ങൾ പല പ്രശ്നങ്ങളും താങ്കൾ പരിഹാരം കണ്ടപ്പോൾ ഇപ്പോഴത്തെ വീണ്ടും ഒരു പ്രശ്നം കൂടെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ 2 DR, 2 പ്രാവശ്യത്തെ DR, 4 DR കൊടുക്കുമെന്നും 4 ഗഡുക്കളായി തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും 2 ഗഡുക്കൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവർക്കിനിയും 2 ഗഡുക്കൾ കിട്ടാനുണ്ട്. അതുകൂടി കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും തിരഞ്ഞെടുപ്പിന് മുമ്പേ കഴിഞ്ഞ വർഷം ഇതൊരു ഓർഡറിലാക്കി ഒന്ന് സംസാരിച്ച് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനെയൊക്കെ വെച്ച് അതിൻ്റെ അവരുടെ 4-5 ചർച്ചകളൊക്കെ നടപ്പിലാക്കാൻ സമയമെടുക്കും. എല്ലാവർക്കും മനസ്സിലാവും ഒക്കെ വെച്ചാൽ. ഇനി താങ്കൾ 8 ഗഡു DA കൊടുക്കുമെന്ന് പറയുന്നു. ആര് കൊടുക്കും? താങ്കളുണ്ടോ ഇനി അടുത്ത മന്ത്രിസഭയിൽ? LDF വരുമോ? താങ്കൾ ജയിക്കുമോ? താങ്കൾ ധനകാര്യമന്ത്രി ആവുമോ? എന്തുറപ്പാണുള്ളത് ഇതിനൊക്കെ? നമുക്കാർക്കും അങ്ങനെ ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് താങ്കൾ അടുത്ത ഗവൺമെൻറ്റിൻ്റെ മണ്ടയെ കൊണ്ട് 8 ഗഡുക്കളായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു വെച്ചപ്പോൾ 8 വർഷമായിട്ടാണോ കൊടുക്കുന്നത്? 4 വർഷമായിട്ടാണോ കൊടുക്കുന്നത്? 2 വർഷമായിട്ടാണോ കൊടുക്കുന്നത്? അതോ ഒരു വർഷത്തിൽ 8 മാസമായിട്ട് കൊടുക്കുമോ? അതോ ഒരു മാസം ഓരോ മാസവും ഇങ്ങനെ വെച്ചിട്ട് 8 മാസം കൊണ്ട് കൊടുക്കുമോ? എങ്ങനെയാണ് കൊടുക്കുന്നത്? എന്തെങ്കിലും ധാരണയുണ്ടോ? ഓർഡറിൽ ധാരണയില്ലാത്ത വളരെ വേഗമായിട്ടുള്ള ഒരു ഉത്തരവ് ഇറക്കി രക്ഷപ്പെടാൻ നോക്കരുത്. താങ്കൾ അങ്ങനെ രക്ഷപ്പെടാൻ, നമ്മളാരും അങ്ങനെ ജനാധിപത്യത്തിൽ രക്ഷപ്പെടില്ല. ഇപ്പോൾ നോക്കൂ, തോമസ് ഐസക്ക് നോക്കൂ, പാർട്ടി വിചാരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നില്ല. അതങ്ങനെ വരൂ എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. കാരണം ജനങ്ങളുടെയും പ്രത്യേകിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണുനീരിൻ്റെ കഥയാണിതെല്ലാം. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കാൻ ബാലഗോപാൽ ശ്രദ്ധിക്കുക. ഈ DRൻ്റെ 2 DR ആണ്, 2 പ്രാവശ്യത്തെ പൈസയാണ് കൊടുക്കാനുള്ളത്. അത് പെൻഷൻ പറ്റിയവർക്കാണ് കൊടുക്കാനുള്ളത്. അവരുടെ സംഘടന അത്ര ശക്തമല്ല. അവർ ചുമ്മാ വടയും ചായയൊക്കെ കുടിച്ച് പിരിയും, ഗവൺമെൻറ്റിനെ കീഴെ വിളിക്കും. വല്ലപ്പോഴും ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരു സമ്മേളനം നടത്തും, സെക്രട്ടേറിയറ്റിൽ പോയി ഹായ് എന്നൊക്കെ പറയും. പ്രായമായവരല്ലേ, അവർക്ക് ഇപ്പോൾ അത്രയൊക്കെ കഴിയുള്ളൂ. അവരെ കുറ്റം പറയേണ്ട. ഒരു സൗഹൃദ കൊണ്ട് വടയും ചായ, ട്രഷറിയിൽ പോകും, വടയും ചായ, അവിടെ എല്ലാവരെയൊക്കെ ഒന്ന് കാണും, അമ്പലത്തിൽ പോകും, വടയും ചായ കഴിക്കും, ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് പറയും, രാമായണം മഹാഭാരതം ബൈബിളും ഖുറാനും ഒക്കെ വായിച്ച് BP ഷുഗറിനോ ഗുളിക കഴിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോവും. അല്ലാതെ അവരെ ഇനിയിപ്പോൾ നമ്മളിട്ട് സമരത്തിനൊന്നും വലിച്ചിറക്കണ്ട. അവരുടെ 2 DR അടിയന്തരമായിട്ട് കൊടുക്കാനുള്ളത് ഈ ശമ്പള പരിഷ്കരണത്തോടിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിലെങ്കിലും ആ അനാമലി പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ബാലഗോപാൽ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാം ചെയ്തില്ലേ ചങ്ങാതി, ഇതുകൂടെ അങ്ങ് ചെയ്തേക്കുക.